ഞങ്ങളെ പാതി അനാഥമാക്കി ഒരുത്തൻ കട്ട്രോട്ട് കൊലയാളി വ്യവസ്ഥകൾ ലംഘിച്ച് അടുത്തു വന്ന് താമസമാണ്. വീട്ടിൽ കിടത്തുറങ്ങാൻ നിവൃത്തിയില്ല സാറേ, കാക്കണം. എന്നിട്ടും അഖിലയും അതുലയും അച്ഛനമ്മ നഷ്ടത്തിൽ അനാഥരായി പെരുവഴിയിൽ നിൽപ്പാണെങ്കിൽ ഉത്തരവാദി സംവിധാനങ്ങളെ സർക്കാരെ നിങ്ങളാണ്. അന്ന് കൂപ്പിയ കൈ പുറങ്കാലിനടിച്ച് ചോരക്കുതിയൻ ചെന്താമനെ വിളിച്ചങ്ങ് തലോടി വിട്ടതിന് അനന്തരഫലമാണ് ഇന്ന് കേട്ട കൂട്ടക്കരച്ചിൽ. ഇന്നു കണ്ട പട്ടട കുറ്റവാളിയാണ്. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ പകമൂത്തൊരുത്തനാണ്. സ്വന്തം ഭാര്യ ജോലിസ്ഥലം മുതൽ വീട് വരെ വഴിനീളം അറിഞ്ഞു തല്ലിയ ഒരുത്തനാണ്. ഓങ്ങിയ വടിവാളിൽ ജീവൻ കൊണ്ടോട് രക്ഷപ്പെട്ട സ്ത്രീയാണ്. ഒരു വീട്ടമ്മയെ വെട്ടിക്കൊന്ന് മനസ്താപം തീണ്ടാത്ത ജാമ്യത്തിൽ ഇറങ്ങിയവനാണ്. നിരീക്ഷിക്കാൻ ആളില്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു സംവിധാനം എന്തിനാ? കൂടിയിരുന്ന് വട്ടം കൂടി തായം കളിക്കാനോ? നെഞ്ചിൽ കൈവച്ച് പറയണം പോലീസെ, അഖിലയുടെ സ്ഥാനത്ത് ഒരു കോടീശ്വര പുത്രി ആയിരുന്നെങ്കിൽ, ഏതെങ്കിലും പാർട്ടി നേതാവിന്റെ സന്താനങ്ങളാണെങ്കിൽ ഇങ്ങനെ കാട്ടുമായിരുന്നോ നിങ്ങൾ ഈ മര്യാദഘട്ട മന്ദത? ഞങ്ങളുടെ നികുതി പണത്തിന്റെ പങ്കിൽ ശമ്പളം വാങ്ങിയിട്ട് ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ, ലാത്തിയും തൊപ്പി മാറ്റിവെച്ച കോട്ട മൈതാനിൽ പോയി പഠിക്കണം, ബേസിക് ട്രെയിനിങ് കഴിയില്ലെങ്കിൽ, ആ യൂണിഫോം ഒരു പോത്തുണ്ടി പുഴയിലെറിഞ്ഞ് വേറെ വല്ല പണിക്കുമ്പോ ജീവനും സ്വത്തിനും കാവൽ കൊടുക്കേണ്ട സംവിധാനങ്ങളെ പഞ്ചായത്തിലടക്കം നേരത്തെ അറിയിച്ചിട്ടും ഒരു പെൺകുട്ടി പേടിച്ച് തറം പറ്റിയെങ്കിൽ, അഖിലയും അതുലയും അനാഥരായെങ്കിൽ, ആ പാതകജൻ അന്ധവിശ്വാസി ചെന്താമരയുടെ പുഴുത്ത കൈകളിൽ മാത്രമല്ല കട്ടച്ചോര കാക്കി പോലീസ് ആഭ്യന്തര വകുപ്പെ നിങ്ങളുടെ നെഞ്ചത്താണ്.